2 centuries ago, a unique story began in Ramasheri, Kerala, when Mudaliyar families from Tamil Nadu migrated in search of work. The men took up weaving, while the women, known for their culinary skills, created the Ramasheri idli. Chitturi Ammal is believed to have first crafted this flat, dosa like idli that stayed fresh for up to a week, becoming a vital food source for laborers and farmers. Its long shelf life made it perfect for long train journeys. As weaving faded, many families moved to Coimbatore, but a few stayed in Ramasheri, preserving the tradition of this idli. One family later opened a tea shop named Sri Saraswati Tea Stall, which is now called Bhagilakshmi Amma Sri Saraswati Tea Stall. Today, the legacy of the Ramasheri Idli continues through generations, remaining a cherished part of the village's heritage. ഈ കട എന്ന് പറയുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ്. 150-200 കൊല്ലത്തോളമായി ഇത് നടത്തി വരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അഞ്ച് മണിക്ക് കട തുറക്കും. അത് ഈ ഗ്രാമപ്രദേശമായതുകൊണ്ട് ഒരു 5 to 6, 6:45 വരെ സാധാരണ രീതിയിലുള്ള കാപ്പിയും ചായയും മാത്രമേ കൊടുക്കൂ. അതിന് ശേഷമാണ് ഞങ്ങളുടെ ഇഡ്ഡലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ തുടർച്ചയായിട്ട് കാലത്ത് നേരത്തെ തന്നെ 5 മണിക്ക് എല്ലാവരും വരും. വന്നിട്ട് ചട്നി, സാമ്പാർ, പൊടി, പൊടി നേരത്തെ ആക്ച്വലായിട്ട് നേരത്തെ ഉണ്ടാവും. ചട്നിയും സാമ്പാറും പിന്നെ മുളക് ചട്നി, പിന്നെ ഇഡ്ഡലി എല്ലാം കാലത്ത് നേരത്തെ വന്നിട്ട് ആൾക്കാർ പണിക്കാരുണ്ട്, അവർ വന്ന് ചെയ്യും. ചെയ്ത് ഒരു 6, 6:45 ഇഡ്ഡലി സ്റ്റാർട്ടാവും. വൈകുന്നേരം 8 മണി വരെ ഇഡ്ഡലി കൊടുത്തുകൊണ്ടിരിക്കും. At 5 a.m., the workers arrive, ready to start the day. The process begins with grinding 3 kilograms of soaked urud dal to prepare the batter for ulunnu vada. Meanwhile, vegetables are chopped and steamed for the sambar. 2 kilograms of tur dal are cooked and fresh coconut is scraped for the chutney. Once the urud dal batter is ready, the preparation of chutney begins, blending coconut and other ingredients into a smooth, creamy mixture. Simultaneously, the sambar takes shape as steamed vegetables, cooked tur dal, and a blend of spices come together to create a flavorful dish. As the batter rests, oil is heated over a wood-fired stove, imparting an authentic aroma. The batter is expertly shaped into vadas, each with a perfect round and center hole, then fried to golden perfection. As he molds each one with care, the rich flavors of generations come together, creating something truly special. ഉഴുന്ന് വടയ്ക്ക് 3 കിലോ ഉഴുന്ന് അരയാനിടും, ഗ്രൈൻഡറിലേക്ക് അരയാനിടും. അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് ചട്നിക്കിടും. ചട്നിക്ക് 5 കിലോ കടല അതിൻ്റെ മസാല മുഴുക്ക ഇട്ടിട്ട് ആ ചട്നി ആട്ടിയെടുക്കും. ഉടനെ എണ്ണ വയ്ക്കും. അപ്പോഴേക്കും ഉഴുന്ന് ഫ്രഷാവും. ഉഴുന്ന് എടുത്തത് വടയിടും. 6 മണിൻ്റെ ഉള്ളിൽ ഇവിടെ ആകണം. സാമ്പാർ വന്ന ഉടനെ 2 കിലോ പരിപ്പ്, 2 കിലോ പരിപ്പിടും. തുവര പരിപ്പ് ഇട്ടിട്ട് സാമ്പാർ വെച്ച് പരിക്കാം. 5 പറ സാമ്പാർ വെച്ച് ഉണ്ടാക്കും, ഇറക്കി വയ്ക്കും. ഇത് 3ഉം ചെയ്തിട്ട് വടയിടാൻ പുറപ്പെടും. Unique aspect of this preparation is the oil used for frying the vadas. Once it has been used, it is never reused, ensuring each vada is fried to perfection, preserving its crispness and freshness every time. നെല്ല് വാങ്ങി സ്വന്തമായി പുഴുക്കി ഉണക്കി അരച്ചെടുത്ത് അതിൽ ഓരോ ഘട്ടത്തിലും നമ്മുടെ പഴമക്കാർ പുലർത്തിയിരുന്ന
കൈപ്പാക്, ശ്രദ്ധ, അത് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഈ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് പ്രത്യേകം അരച്ചെടുക്കും. ഈ അരയ്ക്കുമ്പോൾ ഓരോന്നിനും ഓരോ പാകം അവർ കൈ തൊട്ട് നോക്കിയാൽ അവർക്ക്, ഈ മുത്തശ്ശിമാർക്ക് അതിൻ്റെ പാകം അറിയും. ആ രീതിയിൽ അത് പാകമായാൽ അത് മാവ് പാത്രത്തിലാക്കി ഉഴുന്നും അരിയും കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കുറേ സമയം പുളിപ്പിക്കും. ഈ ഓരോ ഘട്ടത്തിലും അവർ പുലർത്തിയിരുന്ന ജാഗ്രതയും അതുപോലെ ശ്രദ്ധയും, മാവും അരിയും ഉഴുന്നും ചേർക്കുന്നതിലെ പ്രൊപ്പോർഷൻ, അതായത് അനുപാതം, ഇത്ര അരിക്ക് ഇത്ര ഉഴുന്ന്, അത് ചേർക്കുന്നതിലെ അനുപാതം, ഈ കാര്യങ്ങളിലൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നെറ്റ് വിരിച്ചിട്ടുള്ള മൺകലത്തിൽ വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് വരും. ഇതിൻ്റെ മുകളിൽ നെറ്റുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിക്കും. ആ തുണി വിരിച്ചിട്ട് മാവ് ഒരു കയ്യിൽ എന്ന് പറയും, കരണ്ടിയിലെടുത്ത് അത് ആ തുണിയുടെ മുകളിൽ ഇങ്ങനെ പരത്തിയെടുക്കുക ചെയ്യും. അത് പരത്തിയെടുത്തതിന് ശേഷം ഒരു വായ്ഭാഗം മാത്രമുള്ള ഒരു തട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കും. അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിക്കും. അതിലും ഈ മാവ് എടുത്തൊഴിച്ച് തവി കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കും. അതിൻ്റെ മുകളിൽ ഒരു തട്ട് കൂടി വെച്ച് ഇതേ പ്രക്രിയ പിന്നെ തുടരും. എന്നിട്ട് മൺപാത്രം കൊണ്ടുള്ള ഒരു മൂടി വെച്ച് തന്നെ അത് മൂടും. എന്നിട്ട് അതിനാവശ്യമായ സമയം 2-3 മിനിറ്റ് എടുക്കും വെന്ത് കിട്ടാൻ. അങ്ങനെ വെന്തതിന് ശേഷം ആദ്യം മൂടിയെടുത്ത് താഴെ വെക്കണം. പിന്നെ ഒരു തട്ടെടുത്ത് താഴെ വെച്ച് അതിൽ നിന്നുള്ള ഇഡ്ഡലി ഒരു പ്ലാഷിൻ്റെ ഇല മുകളിൽ കമഴ്ത്തി അതിലേക്ക് ഇഡ്ഡലി കമഴ്ത്തി വെച്ചിട്ട് വേറൊരു തട്ടിൽ താഴ്ത്തി വയ്ക്കും. എന്നിട്ട് അതിൽ നിന്ന് ഈ തുണി, വിരിച്ച തുണി വേർതിരിച്ചെടുക്കും. ഇത്തിരി വെള്ളം ചിലപ്പോൾ തെളിക്കും. എന്നിട്ട് വേർതിരിച്ചെടുക്കും. ഇതേപോലെ അടുത്ത തട്ട് എടുത്ത് താഴെ വെച്ച് ഈ തുണി വേർതിരിച്ചെടുത്ത് ഇഡ്ഡലി പ്ലാഷിൻ്റെ ഇല വെച്ച് ഇഡ്ഡലി വേർതിരിച്ച് മാറ്റി വെച്ചിട്ട് ഈ തുണി വേർതിരിച്ചെടുക്കും. ഈ അടിയിലത്തെ പാത്രത്തിലും അതുപോലെ പ്ലാസ്റ്റിൻ്റെ ഇല മുകളിൽ വെച്ചിട്ട് ഈ തുണിയോടുകൂടി കമഴ്ത്തി അടിയിൽ വെച്ചിട്ട് വേർതിരിച്ചെടുക്കും. These perfectly steamed idlis are served straight from the pot, soft, fluffy and incredibly fresh. The experience is elevated with a vibrant selection of accompaniments that beautifully complement the idlis. The creamy coconut chutney, rich and aromatic sambar, and their signature Ramasheri idli podi takes the meal to another level. The podi is traditionally mixed with coconut oil, creating a smooth paste that perfectly balances the heat and enhances its flavors. The soft, flavorful Ramasheri idli carries a centuries-old tradition rooted in the craft of making clay pots. These earthen vessels, made from locally sourced clay, are key to the idli's unique taste and texture. Skilled artisans shape the clay, dry it in the sun, and fire it in traditional kilns. Designed for optimal steam circulation, these pots ensure even heat distribution, enhancing flavor and texture. More than tools, these pots are a living testament to a timeless craft, preserving a flavor modern methods can't replicate. 200 കൊല്ലത്തിൻ്റെ അടുത്താവും അങ്ങനെ ഉണ്ടാക്കി പഠിച്ചത്. മാമനായിട്ട് ഉണ്ടാക്കി കാട്ടിയതാണ് ഇവർക്ക് രാമശ്ശേരി ഇഡ്ഡലിയുടെ. അന്ന് മൺചട്ടിയാണ്. ഇന്നാണ് മറ്റേ ചട്ടി വന്നിരിക്കുന്നത്. ഇതിലാണ് പ്രധാനം.
ഇത് ഉണ്ടാക്കുന്ന രീതി പറയുന്നത് അಷ್ಟേ. ഇത് മണ്ണ് കൊണ്ടുവരും, കളിമണ്ണ് കൊണ്ടുവന്ന് കുഴച്ച് ചന്ദന മാതിരി ഉണ്ടാക്കിയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇതേ അന്നത്തെ കുഴച്ചിട്ട് ഇത്ര മണ്ണ് കൊണ്ട് കുഴച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്ര മണ്ണ് 2 മറിക്ക് മിനുസുവാക്കിയിട്ട് കല്ലും കട്ടയും വേരും പൊത്തലും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ വക്ക് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടുപോകും. അത്രയും ഒരു നേക്ക് കൊണ്ട് ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ ആൾക്കാർക്ക് ആർക്കും അറിയില്ല, ഇന്ന് പഠിച്ചിട്ടുമില്ല. ഞങ്ങൾ ഈ പഴയ കാലത്തെ ഉള്ളവരാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന അടുപ്പ് വിറകടുപ്പാണ്. വിറകടുപ്പിൻ്റെ മുകളിലാണ് ഈ മൺകലം വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നീരാവി ഉണ്ടാക്കി ഈ തട്ട് വെച്ച് മൂടി ഇഡ്ഡലി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മൺപാത്രം പൂർണ്ണമായി ഉപയോഗിക്കുന്നതും വിറകടുപ്പ് ഉപയോഗിച്ച് ഇഡ്ഡലി വേവിച്ചെടുക്കുന്നതും ഈ രാമശ്ശേരി ഇഡ്ഡലിയുടെ ഗുണനിലവാരം ഉയർത്താനും നിലനിർത്താനും സഹായകമായ ഘടകങ്ങൾ തന്നെയാണ്, ഉറപ്പാണ്. Nestled a few kilometers from Palakkad, the Yakara Sri Vishweshwara temple is more than a sacred place. It's where tradition meets culinary fame. For decades, this temple has been a beloved wedding venue, renowned for serving the now iconic Rameshwari Idli as a part of the wedding breakfast. What began as a simple addition quickly became a favorite, captivating guests with its soft, porous texture and unique flavor. Word of this delicacy spread, putting the small village of Rameshwari on Kerala's culinary map. Evolving from a temple wedding staple to a cultural treasure, the Rameshwari Idli is now a symbol of tradition and community. രാമശ്ശേരി ഇഡ്ഡലിയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഒരു 10-75 വർഷത്തിൻ്റെ 70 വർഷം കൂടുതലാണ്ടാണ് കമ്മിയാകില്ല. അന്നത്തെ കാലത്ത് ഏറ്റവും പാലക്കാട് നമ്മൾ സാധാരണ ഇഡ്ഡലി കിട്ടുന്ന ഒരു സമയങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. പിന്നെ ഏതെങ്കിലും തുച്ഛമായ വല്ല ഹോട്ടലുകൾ ഇത് വന്നിട്ട് ഏറ്റവും അന്ന് ഈ ഇഡ്ഡലി പറഞ്ഞ് ഞങ്ങൾ തിരഞ്ഞു പോയിട്ട് കണ്ടുപിടിച്ച് രാമശ്ശേരിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ പോയി മുത്തശ്ശൻ്റെ കാലത്തൊക്കെ കൊണ്ടുവന്ന് ഇത്രയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിക്കാൻ. അന്നത്തെ കാലത്ത് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റില്ല, രാത്രി ഇവിടെ നിന്ന് 1 മണിക്ക് വണ്ടി എടുത്തിട്ട് പോകും, ഓട്ടോറിക്ഷ ഇല്ല പറഞ്ഞ് സൈക്കിളിൽ പോയിട്ട് വരും. When first served at the temple's wedding feasts, the Rameshwari Idli captivated guests with its soft texture and unique flavor, quickly becoming a favorite. Word of this delicacy spread as guests shared their experiences, transforming the humble idli into a celebrated symbol of tradition and community. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ രാമശ്ശേരി ഇഡ്ഡലിക്കൊരു പ്രചരണം വന്നത് യാക്കര അമ്പലത്തിൽ വെച്ചിട്ടാണ്. അന്നത്തെ രാവിലത്തെ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ കല്യാണത്തിന് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. ഈ ഉച്ചക്കലത്തെ ഭക്ഷണം കുറച്ചുണ്ടാവുള്ളൂ. രാവിലത്തെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാണ്, അതിന് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ അവർ പൊടി തന്നിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇഷ്ടു, പിന്നെ അതിൽ കൂട്ടായിട്ട് വല്ല ജിലേബി ഉഴുന്നോട പഴം അങ്ങനെയുള്ളതൊക്കെ കൊടുത്തിട്ടാണ്. പിന്നെ സാമ്പാർ, ചട്നി. The Rameshwari Idli's popularity spread beyond Palakkad, inspiring idli festivals and live food stalls across Kerala. One such event is the annual Rameshwari Idli Food Fest, organized by KTDC at Masket Hotel, Trivandrum, drawing food enthusiasts from far and wide. Visitors gather to experience the authentic taste of freshly made Rameshwari Idli served with chutneys, sambar and their signature idli podi, creating an unforgettable experience. The festival has become a celebration of Kerala's culinary heritage, with people from all walks of life coming together to savor the timeless flavors of Rameshwari. It's more than just a food event. It's a gathering that honors tradition, community, and the joy of sharing a meal. ഞങ്ങൾ 8 വർഷത്തോളമായി ഇത് ചെയ്യുന്നു. ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് KTDC മസ്കറ്റ് ഹോട്ടലിന് വേണ്ടിയാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. അത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ മകൻ ഒരു കൃഷ്ണകുമാർ നായനാർ എന്ന് പറഞ്ഞ പുള്ളിയാണ് നമ്മളെ ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ട്
അവിടെ പോയി ഞങ്ങൾ ഒരു വിജയദശമി മഹാനവമി ദിവസങ്ങളിൽ ഒരു 4 ദിവസം ചെയ്തു. അത് നല്ല രീതിയിൽ ജനങ്ങൾ നല്ല പ്രതികരിച്ചു, നന്നായി നടന്നു. അതുകൊണ്ട് അതിന് ശേഷം ഞങ്ങൾ 5 വർഷത്തോളമായി കണ്ടിന്യൂസ് അവർക്ക് വേണ്ടി ചെയ്യുന്നു. മസ്കറ്റ് ഹോട്ടലാണ് നമ്മളെ ഫസ്റ്റ് കൊണ്ടത്. ഞങ്ങൾ പുറമേ ഒന്നും പോയിരുന്നില്ല. ശരിക്കും ഇത് ഇവിടെ ഇങ്ങനെ ഒതുങ്ങി കഴിയുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ജനങ്ങളറിയും, അത് പുറമേ ഇങ്ങനെ ലൈവായി ചെയ്തിരുന്നില്ല. അവിടെ ഞങ്ങൾ മൺകലത്തിൽ ആണ് ചെയ്യുന്ന. മണ്ണിൻ്റെ കാലത്തിൽ വെള്ളം തിളപ്പിച്ച് നല്ല ട്രഡീഷണൽ പോലെ ആ പ്ലാച്ചിയിലേക്ക് വെച്ച് ചെയ്യുന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ ഉണ്ട്. നല്ല ഇപ്പോൾ നമ്മൾ കാളിദാസ് ജയറാമിൻ്റെ വർക്കൊക്കെ നമ്മൾ മദ്രാസ് പോയി ചെയ്തിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും അത്യാവശ്യം നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട്, ലൈവ് ഓർഡറുകൾ. പിന്നെ ഹൗസ് വാമിങ് എല്ലാ ഫംഗ്ഷനും നമുക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. Ramesheri idli is more than just a dish. It's a slice of history served on a plate, lovingly passed down through generations. From the small village of Ramesheri, it has grown into a symbol of tradition, culture, and craftsmanship. Each soft, delicate bite carries the essence of love, care, and heritage. Rooted in simplicity, yet rich in flavor, it brings people together across time. This is Ramesheri idli.